ഹലോ എവ്രി വൺ, അവറോൺ കുവൈറ്റിൻ്റെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നാട്ടിൽ നിന്ന് സെലക്ഷനൊക്കെ ആയപ്പോൾ ഞാൻ കുറേ വീഡിയോകളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ലാബ് ടെക്നീഷ്യൻ, എക്സ്റേ ടെക്നീഷ്യൻ, നഴ്സസ്, അങ്ങനെ ഒരുപാട് പേർക്ക് സെലക്ഷനൊക്കെ ആയിട്ട് ഇരിക്കുന്ന ഒരു സമയമാണ്. ഏജൻസീസായിട്ടും അല്ലാതെ ഡയറക്റ്റ് MOH ഒക്കെ ആയിട്ട് ഒത്തിരി പേര് കുവൈറ്റിലേക്ക് വരാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കും കുറേ പേര് പറയും കുവൈറ്റിലേക്ക് ആരാണ് വരുന്നത്, അങ്ങനെ നെഗറ്റീവായിട്ട് പറയുന്ന ആളുകളുമുണ്ട്. ഓരോരുത്തരുടെ അത് ഓരോ ചിന്തകളനുസരിച്ചാണ് അതൊക്കെ പറയുന്നത്. അതൊന്നുമല്ല ഇവിടുത്തെ വിഷയം. ആദ്യമായിട്ട് ഇങ്ങനെ കുവൈറ്റിലേക്ക് സെലക്ഷനൊക്കെ ആയിട്ട് ഇരിക്കുമ്പോൾ ഇതുവരെയും മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ പോകാത്ത ഒരാൾക്ക് ആദ്യമായിട്ട് ഇങ്ങനെ ഗൾഫ് കൺട്രീസിലോട്ടൊക്കെ പോകുന്ന ആളുകൾക്ക് ചില ചിന്തകളുണ്ടായിരിക്കും, അല്ലെങ്കിൽ പ്രതീക്ഷകളോ, അല്ലെങ്കിൽ അവർ വിചാരിക്കും കുവൈറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയായിരിക്കും അങ്ങനെയായിരിക്കും. കാര്യം നമ്മൾക്ക് എത്ര ഇൻഫർമേഷൻ നമ്മൾ കളക്ട് ചെയ്യാമെന്ന് വിചാരിച്ചാലും റിയലായിട്ട് അവർ വരുമ്പോൾ കുവൈറ്റിനെ കുറിച്ച് അവർക്കുണ്ടാകുന്ന ധാരണകളും അല്ലെങ്കിൽ അവർക്ക് നേരിട്ട് പിന്നെ അനുഭവിക്കേണ്ടി വരുന്ന ചില കാര്യങ്ങളുമാണ് ഞാനിന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പം ഞാൻ ഈ ഇടയായിട്ട് ഇങ്ങോട്ട് സെലക്ഷനായി വന്ന ഒരു കുട്ടിയുടെ അടുത്ത് ഞാൻ ചോദിക്കുമായിരുന്നു, ശരിക്കും കുവൈറ്റിലേക്ക് വരുന്നതിന് മുൻപ് എന്തൊക്കെയായിരുന്നു കുവൈറ്റിനെ കുറിച്ച് വിചാരിച്ചിരുന്നത്. അപ്പോൾ ആ കുട്ടി പറയുമായിരുന്നു, ഇങ്ങനെ വലിയ വലിയ കെട്ടിടങ്ങൾ, ഇപ്പോൾ ദുബായിലൊക്കെ കാണുന്ന പോലെ അമ്പരച്ചുംബികളായിട്ടുള്ള വലിയ ബിൽഡിങ്ങുകൾ, അങ്ങനെയൊക്കെയാണ് പ്രതീക്ഷിച്ചിരുന്നത്. നമുക്കറിയാം കുവൈറ്റിൻ്റെ ദുബായിയൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ കുവൈറ്റിൽ അതിന് മാത്രം വലിയ ബിൽഡിങ്ങുകളൊന്നുമില്ല. കുവൈറ്റ് സിറ്റിയിൽ മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ വലിയ ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ ഉള്ളത്. പിന്നെ കുറേ മോളുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അല്ലാതെ നോർമലായിട്ട് ആളുകൾ താമസിക്കുന്ന സ്ഥലങ്ങളിൽ അങ്ങനെ വലിയ അമ്പരച്ചുംബികളായിട്ടുള്ള കെട്ടിടങ്ങളൊന്നും ഇല്ല. പക്ഷേ അത് അങ്ങനെയൊക്കെയുള്ള ചിന്തകളൊക്കെ ആയിട്ടാണ് നാട്ടിൽ നിന്ന് വരുന്നതെങ്കിൽ അങ്ങനെയൊന്നും അല്ല എന്നുള്ളത് ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. നമുക്കറിയാം, നമ്മുടെ ഏത് രാജ്യത്തിൻ്റെ ഒരു കാര്യം നമ്മളിപ്പോൾ ഒരു വീഡിയോ കാണുവാണെങ്കിൽ അവിടുത്തെ ഏറ്റവും പ്രൊമിനൻ്റ് ആയിട്ടും ഏറ്റവും ക്ലീൻ ആയിട്ടുള്ള ഒരു ഏരിയ ആയിരിക്കും. അപ്പോൾ കുവൈറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിലോ അല്ലെങ്കിൽ ഏത് രാജ്യങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിലും അവർ കാണിക്കാറ്. നമുക്കറിയാം, ഇന്ത്യയെക്കുറിച്ച് പറയുമ്പോൾ ഡൽഹി ആയിരിക്കും അവർ മിക്കവാറും കാണിക്കാറ്. ഡൽഹിയുടെ ഏറ്റവും ചീത്തയായിട്ടുള്ള സ്ഥലങ്ങളൊന്നും അവർ കാണിക്കില്ലല്ലോ. അവർ ഏറ്റവും നല്ലതായിട്ട് ഇപ്പോൾ ഇന്ത്യ ഗേറ്റ് അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെയാണ് അവർ കാണിക്കുകയുള്ളൂ. അപ്പോൾ അത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇന്ത്യ മുഴുവനും അങ്ങനെയാണെന്ന്, ഇന്ത്യയെക്കുറിച്ച് അറിയാത്ത ആളുകൾ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ സ്ലം ഡോഗ് മില്ലിയനറെ കണ്ടതും അവർ പ്രൊജക്റ്റ് ചെയ്തതുപോലെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയാവുന്ന, അതൊക്കെ വിചാരിക്കുന്ന ആളുകൾക്ക് അങ്ങനത്തെ സ്ലംസിനെ കുറിച്ചൊക്കെ അറിയാം. അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കും ഡൽഹി കാണുന്ന പോലെ വളരെ ക്ലീനാണ്, ഡൽഹി കാണിക്കുന്ന ആ ഏരിയ മാത്രമാണ് ക്ലീൻ ആയിട്ടുള്ളതെന്ന് നമുക്ക് ഡൽഹി പോയിട്ടുള്ള ആളുകൾക്ക് അറിയാം. എന്ന് പറഞ്ഞ പോലെ തന്നെ കുവൈറ്റിലും പല ടൈപ്പുള്ള ഏരിയാസ് ഉണ്ട്. ഇപ്പോൾ എല്ലായിടവും ക്ലീനും അല്ലെങ്കിൽ അതുപോലെ തന്നെ വെൽ മെയിൻറ്റൈൻഡ് ഏരിയാസൊന്നുമല്ല. അപ്പോൾ പല രീതിയിലുള്ള അക്കോമഡേഷൻസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ താമസ സ്ഥലങ്ങളായിക്കോട്ടെ എല്ലാം വ്യത്യാസമായിരിക്കും. പിന്നെ ഇപ്പം നിങ്ങൾ ഈ വീഡിയോ കാണുവാണെങ്കിൽ നിങ്ങൾക്കറിയാം, ഭയങ്കര ചുട്ടുപൊള്ളുന്ന ചൂടാണ് ഇപ്പോൾ കുവൈറ്റിലുള്ളത്. ചൂടെന്നൊക്കെ നമ്മൾ പറഞ്ഞാൽ പോലും നമുക്ക് നാട്ടിൽ നിന്ന് വരുന്ന ആളുകൾക്കൊക്കെ ഒട്ടും പ്രതീക്ഷിക്കാൻ പോലും പറ്റാത്ത അത്രയ്ക്കും വലിയ ചൂടാണ് ഈ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിൽ കുവൈറ്റിലുള്ളത്. അപ്പോൾ അത്രയും ചൂടൊന്നും നാട്ടിൽ നിന്ന് വരുന്ന ആളുകൾ അതൊന്നും പ്രതീക്ഷിക്കുന്നുണ്ടാവില്ല. പിന്നെ അതുപോലെ തന്നെ ചില ആളുകൾ പറഞ്ഞു കേൾക്കാറുണ്ട്, ഇപ്പോൾ ഇവിടെയൊക്കെ ഡേറ്റ്സ് ഒക്കെ ഒരുപാട് ഈന്തപ്പനകളും അങ്ങനെ റോഡ് സൈഡ് മുഴുവൻ ഈന്തപ്പനകളാണ്. നമ്മൾക്ക് ഇഷ്ടം പോലെ നമ്മളുടെ ആവശ്യത്തിന് പറിച്ചെടുക്കാം. അല്ലെങ്കിൽ ഇവിടെ അങ്ങനെ വളരെ ചീപ്പായിട്ട് കിട്ടുന്ന ഒരു സാധനമാണ് ഡേറ്റ്സ് എന്നുള്ളൊരു ധാരണയൊക്കെ മിക്കവാറും ആളുകൾക്കുണ്ട്. പക്ഷേ ഇവിടെ വന്നാലാണ് മനസ്സിലാവുള്ളൂ ഡേറ്റ്സും അല്ലെങ്കിൽ അങ്ങനത്തെ ഈന്തപ്പനകളൊക്കെ ഉള്ളത് കുവൈറ്റീസിൻ്റെ വീടുകളിൽ മാത്രമാണ്. നമ്മൾ പൈസ കൊടുത്ത് നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന ഒരു സാധനം തന്നെയാണ് ഈ ഡേറ്റ്സ് എന്ന് പറയുന്നത്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ വന്ന് നമുക്കൊരു അക്കോമഡേഷനൊക്കെ ഉണ്ടായിരിക്കുന്നത് മിക്കവാറും മലയാളീസ് തിങ്ങി പാർക്കുന്ന ഒരു സ്ഥലത്തായിരിക്കും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ നാട്ടിലത്തെ പോലെ തന്നെ ഒരുപാട് മലയാളീസ് ഒത്തിരി നാട്ടിലൊരു പക്ഷേ നമ്മൾ ഔട്ട് ഓഫ് സ്റ്റേറ്റ് പോയി കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന മലയാളികളെക്കാളും കൂടുതൽ മലയാളീസ് ഇവിടെ തിങ്ങിപ്പറക്കുന്ന, ഒരു പക്ഷേ മുണ്ടും ലുങ്കിയൊക്കെ കൊടുത്ത് നടക്കുന്ന ചേട്ടന്മാരെയും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അതൊക്കെ ചിലപ്പോൾ ഒരു പക്ഷേ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമായിരിക്കില്ല കുവൈറ്റിൽ. പിന്നെ ഒരു കാര്യം അവർ വിചാരിക്കും, കുവൈറ്റ് എന്ന് പറഞ്ഞാൽ ചെറിയ രാജ്യമാണെന്ന് അറിയാമെങ്കിൽ പോലും കുറച്ച് വലുതൊക്കെ ആയിരിക്കും, കുറച്ചും കൂടെ നമ്മുടെ കേരളത്തിനേക്കാളും ഒരു കുറച്ചുകൂടെ വലുതായിരിക്കും എന്നൊക്കെ ചിലപ്പോൾ വിചാരിച്ചായിരിക്കാം. ഇപ്പം ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ഇൻഫർമേഷൻ കിട്ടുന്നുള്ളതുകൊണ്ട് നമുക്കറിയാം കേരളത്തിലെ ഒരു ജില്ലേനേക്കാളും വളരെ ചെറുതാണ് കുവൈറ്റ്. ഇപ്പോൾ കുവൈറ്റിൽ ഒത്തിരി സ്ഥലങ്ങൾ ഇപ്പം ഈ ടൂറിസ്റ്റിക് ഏരിയ അങ്ങനെയൊന്നും കാണാനൊന്നുമില്ല. ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ ഒക്കെ മാക്സിമം കണ്ടു തീർക്കാവുന്ന കാര്യങ്ങളൊക്കെ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ കുവൈറ്റിൽ. പക്ഷേ ഇവിടുത്തെ മോളുകൾ അല്ലെങ്കിൽ നമുക്ക് ബീച്ച് സൈഡ് അങ്ങനത്തെ കാര്യങ്ങൾ, പാർക്ക്, അതൊക്കെ നല്ല എന്താ പറയുക, നമുക്ക് കുട്ടികളായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ തന്നെയാണ്. അല്ലാതെ നമുക്കിങ്ങനെ വലിയ ഓപ്പൺ ആയിട്ടുള്ള വേറെ എൻ്റർടൈൻമെൻറ്റ്സും കാര്യങ്ങളൊക്കെ വളരെ കുറവാണ് ശരിക്കും പറഞ്ഞാൽ കുവൈറ്റിൽ.
പിന്നെ നമ്മൾ ഓർക്കും കുവൈറ്റീസ് ആയിരിക്കും ഇവിടെ ഫുൾ, അതായത് ഇവിടുത്തെ പോപ്പുലേഷൻ്റെ ഒരു 90%. തീർച്ചയായിട്ടും ഇവിടുത്തെ പോപ്പുലേഷനിൽ 70% പുറത്തുള്ള ആൾക്കാരാണെന്ന് പറയുമ്പോഴാണ് കുവൈറ്റികളാണ് എത്രയോ കുറവാണ് കുവൈറ്റിലുള്ള ആളുകൾ, കുവൈറ്റീസ് ആയിട്ടുള്ള ആളുകളെന്ന് നമുക്ക് മനസ്സിലാവണം. ഇവിടുത്തെ കുവൈറ്റീസിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എല്ലാ കാര്യങ്ങളും, വിദ്യാഭ്യാസം ആയിക്കോട്ടെ, ആരോഗ്യ മേഖല ആയിക്കോട്ടെ, എല്ലാ കാര്യങ്ങളും അവർക്ക് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. അത്രയ്ക്കും ഓയിൽ റിച്ച് ആയിട്ടുള്ളൊരു കൺട്രി ആയതുകൊണ്ടും ഇവിടുത്തെ ഭരണാധികാരികൾ, അത് ഇവിടുത്തെ അറിയാലോ, ഒരു റോയൽ ഫാമിലിയാണ് ഇവിടെ റൂൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ആളുകൾക്ക് വേണ്ടിയിട്ട്, അവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് ഏറ്റവും നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ് ഇവിടെ ഉള്ളത്. അപ്പം കുവൈറ്റി സിറ്റിസൺ എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരുപാട് പ്രിവിലേജസ് ഉണ്ട്. അവരുടെ എല്ലാ കാര്യങ്ങളും ഗവൺമെൻറ് ഏറ്റെടുക്കുക, അവരുടെ പൗരന്മാർക്ക് ജോലി കൊടുക്കുക, അങ്ങനത്തെ പല കാര്യങ്ങളും കുവൈറ്റി ഗവൺമെൻറ് അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇപ്പം നമുക്കറിയാം സൗദിയിലൊക്കെ റീസെൻ്റ്ലി ആണ് അവർ ഡ്രൈവിങ്ങിനൊക്കെ സ്ത്രീകൾക്ക് പെർമിഷൻ കൊടുത്തത്. കുവൈറ്റിൽ പക്ഷേ നമ്മൾക്ക് സ്ത്രീകൾക്കൊക്കെ എത്രയോ നാളുകൾക്ക് മുൻപ് തന്നെ അവർക്ക് ഡ്രൈവിംഗ് ചെയ്യാമായിരുന്നു. അതുപോലെ തന്നെ ഡ്രസ്സിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിൽ അവർക്ക് നിർബന്ധമൊന്നുമില്ല, എല്ലാ സ്ത്രീകളും ഇപ്പോൾ അബായ ധരിച്ചുകൊണ്ട് തന്നെ പുറത്ത് പോകണമെന്നുള്ള നിർബന്ധങ്ങളൊന്നുമില്ല. അങ്ങനത്തെ കാര്യങ്ങൾ ഫ്രീഡമുണ്ട്. പക്ഷേ ഒരുപാട് എക്സ്പോസിങ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ട് അവർക്ക് പെർമിഷനില്ല. ഡീസൻ്റ് ആയിട്ട് ഡ്രസ്സ് ധരിക്കാനുള്ള പെർമിഷൻ കുവൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഞാൻ പറഞ്ഞ പോലെ തന്നെ അബായ മാത്രം ധരിച്ച് പുറത്തിറങ്ങാവൂ എന്നുള്ള സ്ട്രിക്റ്റ് ആയിട്ട് റൂളൊന്നുമില്ല. കുവൈറ്റ് ഒരു മുസ്ലിം കൺട്രി ആണെങ്കിൽ പോലും ക്രിസ്ത്യൻ ദേവാലയങ്ങൾ, ഹിന്ദു ദേവാലയങ്ങൾ, അല്ലെങ്കിൽ പല മതത്തിൽപ്പെട്ട ദേവാലയങ്ങൾക്ക് അവരുടെ ആരാധന നടത്താനുള്ള ഒരു പെർമിഷൻ കുവൈറ്റ് ഗവൺമെൻറ് കൊടുത്തിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും വളരെ വളരെ നല്ലൊരു അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ആരും നിങ്ങളുടെ ഒരു കാര്യത്തിന് ഇൻ്റർഫിയർ ചെയ്യാൻ വരില്ല. വളരെ നമുക്ക് സമാധാനത്തോടെ നമ്മളുടെ ദൈവത്തെ ആരാധിക്കുവാനുള്ള ഒരു സിറ്റുവേഷൻ കുവൈറ്റ് ഗവൺമെൻറ് നമുക്ക് അനുവദിച്ചു തന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. നിയമങ്ങളനുസരിച്ച് ജീവിക്കുവാണെങ്കിൽ കുവൈറ്റിൽ ഒരു പ്രശ്നമില്ല. നിയമലംഘനം നടത്തുന്ന ആളുകൾക്ക് കടുത്ത ശിക്ഷ തന്നെയായിരിക്കും കുവൈറ്റിലുള്ളത്. ഇപ്പം മദ്യ നിരോധനമൊക്കെ ഉള്ള സ്ഥലമാണ്. പബ്ലിക്കായിട്ട് മദ്യമൊന്നും വിൽക്കാനോ വാങ്ങാനോ ഒന്നും പെർമിഷനില്ല. പക്ഷേ നമുക്കറിയാം ഇവിടെ മലയാളികൾ എവിടെ പോയാലും അവർ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് കർശനമായിട്ടുള്ള ശിക്ഷ കുവൈറ്റ് ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട്. അവർ ഡീപ്പോർട്ട് ചെയ്യും, രാജ്യത്ത് നിന്ന് നാട് കടത്തും. അതുപോലെ തന്നെ ഇവിടുത്തെ ലഹരി മരുന്ന് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിയമങ്ങളാണ് ഇവിടെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ കുവൈറ്റിലേക്ക് വരുമ്പോൾ നിങ്ങൾക്കെല്ലാം വളരെ ഫെമിലിയർ ആകാൻ പോകുന്ന ഒരു കാര്യമാണ് കുബൂസ് എന്ന് പറയുന്ന ഒരു കാര്യം. അപ്പോൾ ഒരു 50 ഫിൽസ് കൊടുത്തു കഴിഞ്ഞാൽ ആർക്കും ജീവിക്കാൻ പറ്റുന്ന കുവൈറ്റിൻ്റെ ദേശീയ ഭക്ഷണം എന്ന് ഞാൻ പറയുന്ന എല്ലാ അറബ് കൺട്രീസിലും ഉണ്ട്. പക്ഷേ എങ്കിൽ പോലും പണക്കാരനും പാവപ്പെട്ടവനും എല്ലാം ജീവിക്കാൻ പറ്റുന്ന കുവൈറ്റ് ഗവൺമെൻറ് സബ്സിഡി ഇനത്തിൽ ആ ഒരു രീതിയിലാണ് ഈ കുബൂസ് 50 ഫിൽസിന് 5 കുബൂസ് ആളുകൾക്ക് കൊടുക്കും. അപ്പോൾ അതായത് ആർക്ക് വേണമെങ്കിലും അത് കഴിച്ച് ജീവിക്കാം, അതിനുള്ളൊരു ഓപ്ഷൻ ഇവിടെയുണ്ട്. പിന്നെ മലയാളി റെസ്റ്റോറൻറ്റ്സ് ഏത് തരത്തിലുള്ള, ഞാൻ മറ്റ് പല വീഡിയോയിലും പറയാറുള്ളത് പോലെ, അങ്ങനത്തെ ഒത്തിരി കാണുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ നമ്മൾ ഇത്രയും മലയാളീസും മലയാളി റെസ്റ്റോറൻറ്റ്സും അല്ലെങ്കിൽ ഇന്ത്യൻ ഫുഡും ഇന്ത്യൻ വെജിറ്റബിൾസും അങ്ങനെ എല്ലാ സാധനങ്ങളും ഇത്രയൊക്കെ അവൈലബിൾ ആണോ എന്ന് വിചാരിക്കാനുള്ള ഒരു ചാൻസും കൂടിയുണ്ട്. പിന്നെ ഒരുപാട് പ്രതീക്ഷകളോടൊക്കെ വരുന്ന ആളുകൾക്ക് ചില കാര്യങ്ങൾ ഒത്തിരി സർപ്രൈസ് ആയിപ്പോവും. ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ചൂട്, അല്ലെങ്കിൽ അത്രയും ചൂടൊന്നും അവർ പ്രതീക്ഷിക്കുന്നില്ല. അങ്ങനെ മറ്റു പല കാര്യങ്ങൾ അവർ വിചാരിക്കുന്ന പോലെ എപ്പോഴും ആയിരിക്കണം എന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളവർ നിരാശപ്പെടേണ്ട ആവശ്യമില്ല. നമ്മൾ ഒരുപാട് ആലോചിച്ചെടുക്കുന്ന തീരുമാനങ്ങളൊക്കെ ആയിരിക്കുമല്ലോ കുവൈറ്റിലേക്ക് വരണം എന്നുള്ളത്. അപ്പോൾ നമ്മളുടെ സാഹചര്യം അനുസരിച്ച് മണി ഏൺ ചെയ്യുക, അല്ലെങ്കിൽ നമ്മളുടെ കാര്യം നോക്കുക, ജോലി ചെയ്യുക, വീട്ടിൽ വരിക, അങ്ങനെ. ഇപ്പോൾ മിക്കവാറും ഇവിടുത്തെ ഡ്യൂട്ടി ടൈമിംഗ് ഒക്കെ ഞാൻ പറയാറുള്ളൂ, പ്രൈവറ്റ് കമ്പനീസിലൊക്കെ ഒരു 5:30 അല്ലെങ്കിൽ 4:30 വരെയൊക്കെ ഡ്യൂട്ടി ചെയ്യുന്ന ആൾക്കാരാണ് മിക്കവാറും തന്നെ. അപ്പോൾ നമുക്ക് ഈവനിങ്ങിലൊക്കെ നമ്മൾക്ക് പിന്നെ വേറെ ഒന്നിനും ചെയ്യാനൊന്നിനും സമയം ഉണ്ടാവില്ല. പിറ്റേ ദിവസം രാവിലെ ഡ്യൂട്ടിക്ക് പോകണം. അപ്പോൾ അങ്ങനെ വീക്ക് ഡേയ്സിലൊക്കെ നമ്മൾ നല്ല തിരക്കായിരിക്കും. ഈവൻ വീട്ടിൽ നമുക്ക് മെയ്ഡ് നമ്മളെ ഹെൽപ്പ് ചെയ്യാനുണ്ടെങ്കിൽ പോലും നമുക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടായിരിക്കും. പിന്നെ വീക്കെൻഡ് എന്ന് പറഞ്ഞാൽ മിക്കവാറും ഓഫീസുകളൊക്കെ ഈ പറഞ്ഞ പോലെ ശനിയാഴ്ചയും വർക്കിംഗ് ആയിരിക്കും. പിന്നെ വെള്ളിയാഴ്ച ഒരു ദിവസമാണ് നമുക്ക് ആകെ വീക്കെൻഡായിട്ട് കിട്ടാൻ പോകുന്നത്. അപ്പോൾ നമ്മളുടെ ലൈഫ് കുറച്ച് ബിസി ആയിരിക്കും. പക്ഷേ എങ്കിൽ പോലും കുറച്ച് ഈസി ആയിരിക്കും. ബിസി ആണെങ്കിൽ പോലും ലൈഫ് ഈസി ആയിരിക്കും എന്നുള്ളതാണ് കമ്പാരിറ്റീവ്ലി നാട്ടിലെ ലൈഫ് വെച്ച്. പിന്നെ ഇങ്ങോട്ട് വരുന്ന ആളുകൾ, ഇപ്പോൾ ഞാൻ ഒത്തിരി വീഡിയോസ് ചെയ്തപ്പോൾ ഒത്തിരി പേര് കമൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, ഇങ്ങോട്ട് വരരുത്, അല്ലെങ്കിൽ ഫാമിലിയെ കൊണ്ടുവരാൻ പറ്റത്തില്ല, അങ്ങനെയുള്ള റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങളൊക്കെ ആണല്ലോ. അപ്പോൾ അതൊക്കെ ആലോചിച്ച് നിങ്ങൾ എന്തിനാണ് വരുന്നത്? നിങ്ങൾക്കിപ്പം ഫാമിലിയുടെ കൂടെ ഇവിടെ നിൽക്കാനാണ് വരാൻ താല്പര്യപ്പെടുന്നത് എങ്കിൽ നിങ്ങൾ അതനുസരിച്ച് നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യുക. കുവൈറ്റിലേക്ക് വന്ന് കുറച്ച് പൈസ സേവ് ചെയ്യാനാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ അതനുസരിച്ച് നിങ്ങൾ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക. കുവൈറ്റ് എന്ന് പറഞ്ഞാൽ നിയമങ്ങൾ പാലിച്ച്
നിങ്ങൾക്കിടെ കിട്ടുന്ന സാലറിയിൽ നിങ്ങൾ സംതൃപ്തിപ്പെട്ട് നിങ്ങൾക്ക് ജീവിക്കാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കുവൈറ്റ് നല്ലൊരു സ്ഥലം തന്നെയാണ്. അപ്പോൾ എത്രയോ വർഷങ്ങളായി മലയാളികളിലൂടെ താമസിക്കുന്നു. എത്രയോ പേർക്ക് അവരുടെ ജീവിതത്തിൻ്റെ ഏറ്റവും നല്ല ഒരു ഉയർച്ചയിലെത്താനൊക്കെ കുവൈറ്റ് സഹായിച്ചിട്ടുണ്ട്. മിക്കവാറും ആളുകൾക്ക് കുറേ വർഷങ്ങളിലൂടെ താമസിച്ചതിന് ശേഷം തിരിച്ച് നാട്ടിൽ പോകുന്ന കാര്യങ്ങളൊക്കെ അവരെ സംബന്ധിച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെയാണ്, ഏത് രാജ്യത്ത് പോയാലും അങ്ങനെയാണ്. എങ്കിൽ പോലും നമ്മുടെ നാട് നമ്മളെ എപ്പോഴും മാടി വിളിച്ചുകൊണ്ടിരിക്കും. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ബിസി ലൈഫാണെങ്കിൽ പോലും ലൈഫ് കുറച്ചും കൂടി ഈസിയാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇവിടെ തന്നെ പിടിച്ചു നിൽക്കാൻ മിക്ക ആൾക്കാരും ട്രൈ ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ വിചാരിക്കുന്ന പോലത്തെ ഒരു കുവൈറ്റ് ആയിരിക്കണമെന്നില്ല നിങ്ങൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ നിങ്ങളെ എതിരേൽക്കാനിരിക്കുന്നത്. നിങ്ങൾ വരുന്നത് ഒരു ജൂൺ, ജൂലൈ, ഓഗസ്റ്റിലാണെങ്കിൽ അൺബെയറബിൾ ചൂട് എന്നുള്ളത് പറയാതിരിക്കാൻ പറ്റത്തില്ല. പക്ഷേ എങ്കിൽ പോലും നിങ്ങൾ പുറത്തൊരു ഔട്ട്സൈഡിൽ ജോലി ചെയ്യുന്ന ആൾക്കാരൊന്നും ആയിരിക്കില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അത്രയ്ക്കും നമ്മൾ ടോളറേറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. എങ്കിൽ പോലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പോൾ നമ്മൾക്ക് അനുഭവപ്പെടുന്ന ചൂട് നല്ല ചൂട് തന്നെയായിരിക്കും. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ വിശദീകരിച്ചപ്പോൾ തന്നെ ചില എക്സ്പെക്റ്റഡ് കാര്യങ്ങൾ കണ്ടെന്ന് വരില്ല, പക്ഷേ ചില അൺഎക്സ്പെക്റ്റഡ് കാര്യങ്ങൾ കണ്ടെന്നിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒത്തിരി അന്വേഷിച്ചതിന് ശേഷം മാത്രം കുവൈറ്റിലേക്ക് വരിക. പ്രൈവറ്റ് ഏജൻസീസ് ഇവിടെ കൊണ്ടുവന്ന് ആളുകൾക്ക് ഉണ്ടാക്കുന്ന കഷ്ടപ്പാടിനൊന്നും കുവൈറ്റ് ഗവൺമെൻറ് ഉത്തരവാദികളല്ല. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിലുള്ള കാര്യങ്ങൾ എപ്പോഴും നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. ഏജൻസീസ് ഒരുപാട് പേര് ചീറ്റ് ചെയ്യാറുണ്ട്, പലർക്കും പല പ്രശ്നങ്ങളും ഇവിടെ നേരിടാറുണ്ട്. അതൊന്നും കുവൈറ്റ് ഗവൺമെൻറ്റിൻ്റെ പ്രശ്നങ്ങളല്ലല്ലോ. അപ്പോൾ അതൊക്കെ ആലോചിച്ചും ചിന്തിച്ചൊക്കെ വേണം ആളുകൾ വരാനിരിക്കുന്ന എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. നിങ്ങൾക്ക് ഒരുപാട് ദുഃഖങ്ങളോ അല്ലെങ്കിൽ പ്രയാസങ്ങളൊന്നും ഇല്ലാതെ കുവൈറ്റിലേക്ക് വന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ഉദ്ദേശം എന്തായിരുന്നു അത് നേടിയെടുത്തുകൊണ്ട് തിരിച്ചു പോകാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.